സിദ്ധന്മാരുടെ ഡയറക്ഷനാണ് സുബ്രഹ്മണ്യനിലോട്ട് നമുക്ക് എത്തിച്ചേരുക. അതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് നമുക്ക് അമ്പലങ്ങളല്ല, നമുക്ക് ആശ്രമങ്ങളാണ് കൂടുതലായിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത്. ഈ സിദ്ധ ആശ്രമങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ജീവസമാധികളിൽ പോകുമ്പം ഒരു മനുഷ്യനുണ്ടാവുന്ന ഗ്ലെൻസിങ് എന്താണ്? ജനങ്ങൾക്ക് എന്ത് ഉപകാരപ്രദമാവുന്നു അതാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം സിദ്ധന്മാർ ഒരിക്കലും ഒരു അന്ധവിശ്വാസികളോ അല്ലെങ്കിൽ ഒരു സ്വാമിയോ സന്യാസിയോ ഒന്നും അല്ലായിരുന്നു. അവർ ആ നൂറ്റാണ്ടിൽ ജീവിച്ച ശാസ്ത്രജ്ഞന്മാർ തന്നെയായിരുന്നു. അതുപോലുള്ള സർവ്വ രോഗത്തിനും മരുന്നുകൾ കണ്ടുപിടിക്കുന്നു. അഗസ്ത്യരുടെ വൈദ്യരത്നാകരമൊക്കെ എന്തുമാത്രം ഭോഗരുടെ വൈദ്യ നൂലുകളൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. കല്ലിനെ സ്വർണ്ണമാക്കുന്ന വിദ്യ ഉണ്ട്. അപ്പൊ അത് രഹസ്യമാണ്. അതൊന്നും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന കല്ലുകളെല്ലാം സ്വർണ്ണമാണ്. ഈ ആദ്യമായി മുരുകൻ്റെ ഒരു എനിക്കിങ്ങനെ ചെയ്യണം, ഇങ്ങനൊരു കാവടി ഘോഷയാത്ര സംഘടിപ്പിക്കണം, എനിക്ക് ഭഗവാനിലേക്ക് എത്തണം എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? അത് ഇവിടെ നമ്മുടെ തിരുവിതാംകൂറിൽ നമ്മുടെ ഒരുപാട് പേര് തിരുവനന്തപുരത്ത് നിന്ന് തിരുച്ചെന്തൂർ പാദയാത്ര സംഘങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം പോവുകയും നമ്മുടെ എൻ്റെ ഒരു ഗുരുസ്വാമിയുണ്ട്, പുള്ളി മുപ്പന്തൽ സന്തോഷ് എന്നാണ് പുള്ളിയുടെ ഒരു നിയന്ത്രണത്തിൽ പുള്ളിയോട് ഞാൻ സംസാരിക്കുകയും അങ്ങനെ ഒരു കാവടി എൻ്റെ നാട്ടിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കാവടികൾ വരുന്നുണ്ട് തിരുവനന്തപുരത്തിന്. അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നൊരു കാവടി സംഘം രൂപീകരിക്കണം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാവർക്കും അതിൻ്റെ ഒരു ബലം കിട്ടണം, നമ്മൾ മാത്രം മനസ്സിലാക്കിയ ആ ഒരു സന്തോഷം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അങ്ങനെ ഈ സംഘടന രൂപീകരിച്ചപ്പോൾ തന്നെ ഇപ്പം മുരുകൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് അങ്ങ് ഇടയ്ക്ക് പറയാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇത്തരം സിദ്ധന്മാരെ കണ്ടതിന് ശേഷമാണോ? സിദ്ധന്മാരുടെ ദർശനത്തിന് ശേഷമാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് കിട്ടുന്നതല്ല, മനസ്സിൽ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ശരിയായിരിക്കും. അതാണ് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പം രാമദേവർ സിദ്ധർ എന്ന് പറയുന്ന അളകർ മലയ്ക്ക് മണ്ടയിൽ, അത് നമ്മളൊരു ഏകദേശം 2 മണിക്കൂർ അളകർ മലയിൽ പഴമുതിർ ചോല മുരുകൻ്റെ 6ാമത്തെ പടവീടാണ്. അവിടെ നിന്ന് കാട് മാർഗം ഒരു 2 മണിക്കൂർ നടക്കണം. അതിന് മണ്ടയിലാണ് ഒരു മുകളിലായിട്ട് ഒരു 2 പാറകൾക്കിടയിലാണ് ഈ ജീവസമാധി ഇരിക്കുന്നത്. അത് രാമദേവ സിദ്ധർ. അദ്ദേഹം യാക്കോബ് സിദ്ധൻ എന്ന് പറഞ്ഞിട്ട് മക്കയിൽ ജീവസമാധി ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പേരാണ് യാക്കോബ് സിദ്ധർ. മക്കയിലാണ് അദ്ദേഹത്തിന്റെ ജീവസമാധിയായിട്ട് കാണുന്നത്. അപ്പോൾ ഈ രാമദേവ സിദ്ധർ ഇവർ സിദ്ധന്മാരുടെ കൂടുതലായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ ഈ ഓരോ സിദ്ധികളുടെ വിശേഷം. ഗഗനമാർഗം സഞ്ചരിക്കുന്ന ഭോഗറൊക്കെ പണ്ട് വന്നതും സഞ്ചരിച്ചതൊക്കെ ഗഗനമാർഗം സഞ്ചരിക്കുന്നത് അവർ ഗഗന ഗുളിക റോമിൽ പോയിട്ടുണ്ട്. റോമ ഋഷി എന്ന് പറയുന്ന ആള് ഇതുപോലെ നമ്മുടെ ഭോഗർ ചൈനയിൽ നിന്ന് വന്ന സമയത്തെല്ലാം ഈ ഗഗന ഗുളിക ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഗഗന ഗുളിക എന്ന് വെച്ചാൽ നമുക്ക് ആകാശമാർഗം സഞ്ചരിക്കുവാനുള്ള ശരീരത്തോടു കൂടി. അപ്പോൾ ഈ അങ്ങനെയുള്ള ഈ സിദ്ധന്മാരിൽ എത്തിച്ചേർന്ന സമയത്താണ് യാക്കോബ് സിദ്ധനുമായിട്ട് രാമദേവ സിദ്ധർ പീഠത്തിൽ ചെല്ലുകയും നമ്മുടെ ആ സിദ്ധർ പീഠത്തിൽ വഴി പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പകുതി ദൂരം പോയപ്പോൾ നമുക്ക് വഴി മറന്നത് ഒരു നായി വന്ന് നമുക്ക് വഴികാട്ടിയായിട്ട് വീണ്ടും സിദ്ധപീഠത്തിന്റെ ആ പാറക്കെട്ടിനടുത്ത് കൊണ്ട് ഞങ്ങളെ ആക്കുകയും അത് പുറത്ത് വിശ്രമിക്കുകയും ചെയ്തു. ഇറങ്ങി ഞങ്ങൾ അതിനകത്ത് പൂജയും ഭസ്മാഭിഷേകങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ തിരികെ വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ പല പല സിദ്ധന്മാരുടെ ഡയറക്ഷനാണ് സുബ്രഹ്മണ്യനിലോട്ട് നമുക്ക് എത്തിച്ചേരുക. അതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് നമുക്ക് അമ്പലങ്ങളല്ല, നമുക്ക് ആശ്രമങ്ങളാണ് കൂടുതലായിട്ടും ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത്. സിദ്ധന്മാരുടെ അല്ലെങ്കിലും സ്വാമിമാരുടെ ആയിരുന്നാലും ആ പാതയിൽ ഒരു മനുഷ്യർക്ക് സഹായം, ആഹാരം കൊടുക്കുക, അതുവഴി ഈശ്വരനെ എത്തിച്ചേർക്കാനുള്ളൊരു മാർഗം. അതാണ് നമുക്ക് ഈ സിദ്ധ പാരമ്പര്യത്തിലൂടെ ലഭിക്കുന്നത് അറിവുകളും ലഭിക്കുന്നത്. ഒരുപാട് സിദ്ധാശ്രമങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടല്ലേ കേരളത്തിൽ, അല്ല തമിഴ്നാട്ടില്, അല്ല ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിദ്ധ പാരമ്പര്യ വഴികളിൽ പോകാനായിട്ട് ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഒരു ടൂറല്ല ആത്മീയ യാത്രകൾ സംഘടിപ്പിക്കാൻ? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ആർവട വീട് യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. തിരുച്ചെന്തൂർ മാസം തോറും എല്ലാ മാസവും തിരുച്ചെന്തൂർ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം നമ്മളിപ്പം ഈ സിദ്ധ സമാധി പീഠങ്ങളിലൊക്കെ ഒരു യാത്ര കണക്ട് ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. കാരണം വേളാങ്കണ്ണിക്കടുത്ത് വടക്ക് പൊയ്കനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗോരഖ്നാഥ് നാഥ പാരമ്പര്യത്തിലുള്ള ഗോരഖ് സിദ്ധരുടെ ജീവസമാധി വേളാങ്കണ്ണിക്കടുത്തുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു പ്രാവശ്യം അവിടെ പോയി നോക്കണം ആ ഗോരഖ സിദ്ധ പീഠത്തിൽ. ഈ സിദ്ധ ആശ്രമങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ജീവസമാധികളിൽ പോകുമ്പം ഒരു മനുഷ്യനുണ്ടാവുന്ന ഗ്ലെൻസിങ് എന്താണ്? എന്തൊക്കെയാണ് അവന് സംഭവിക്കുന്നത്? ഗ്ലെൻസിങ് ഏതൊക്കെ രീതിയിലാണ് സംഭവിക്കുക? നമ്മൾ സ്വാഭാവികമായിട്ടും അമ്പലത്തിൽ പോകുന്ന ഒരു അനുഭവത്തിനേക്കാൾ ഉപരി ഈ സിദ്ധന്റെ ജീവസമാധി പീഠങ്ങളിൽ പോകുന്ന സമയത്ത്
സ്വാഭാവികമായിട്ടും കാലിൽ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, സമാധിക്ക് അടുത്തൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഉണ്ടാകുന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവിക്കണമെന്നില്ല, അത് അനുഭവിച്ചുള്ളവർക്ക് വളരെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആ സിദ്ധസമാധി പീഠങ്ങളിൽ ആ യോഗിയുടെ സ്ഥൂല ശരീരം, സ്ഥൂല ശരീരം അവിടെ സമാധിയായി വെക്കുകയും ആ സൂക്ഷ്മ ശരീരം അവിടെ പ്രവർത്തിക്കുന്നുള്ളത് തന്നെയാണ്. നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരുപാട് വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും. അത് ഈ യാത്രകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അത് അനുഭവിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ, ഇന്നതാണ് ഈ സിദ്ധർ ഇതായിരുന്നു, അദ്ദേഹത്തിന്റെ ആഗമന ഉദ്ദേശം ഇതായിരുന്നു, അങ്ങനെ ഒരു ചരിത്രം കൂടെ പറയുന്നുണ്ടല്ലേ? പറയും. കാരണം സിദ്ധന്മാർ ഒരിക്കലും ഒരു അന്ധവിശ്വാസികളോ അല്ലെങ്കിൽ ഒരു സ്വാമിയോ സന്യാസിയോ ഒന്നും അല്ലായിരുന്നു. അവർ ആ നൂറ്റാണ്ടിൽ ജീവിച്ച ശാസ്ത്രജ്ഞന്മാർ തന്നെയായിരുന്നു. അവരുണ്ടാക്കി വെക്കാത്ത ഈ രസവാദത്തിലൂടെ രസമണി ഉണ്ടാക്കുന്നു, അതുപോലുള്ള സർവ്വ രോഗത്തിനും മരുന്നുകൾ കണ്ടുപിടിക്കുന്നു. അഗസ്ത്യരുടെ വൈദ്യരത്നാകരമൊക്കെ എന്തുമാത്രം, ബോഗറുടെ വൈദ്യ നൂലുകളൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. അവർ വളരെ ജനങ്ങൾക്ക് എന്ത് ഉപകാരപ്രദമാവുന്നു അതാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലാതെ അവർ കൂടുതൽ അവരൊന്നും അമ്പലമൊന്നും കെട്ടിവെച്ചതായിട്ട് നമുക്കറിയില്ല. അവരെല്ലാ ജനങ്ങൾക്കിടയിൽ നിന്ന് അവർക്ക് വേണ്ട ശരീരത്തിന് അസുഖങ്ങൾ വരുന്നവർക്ക് എല്ലാ ഔഷധത്തിനും മരുന്നാണ് ബോഗർ സിദ്ധർ കണ്ടുപിടിച്ച നവപാഷാണക്കൂട്ട്. ആ നവപാഷാണക്കൂട്ടിലൊക്കെ പഞ്ചാമൃതം ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ഈ നവപാഷാണത്തിൽ കൂടെ അത് വന്ന് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ നോയമാറ്റം മരുന്നാണ്. അത് കഴിച്ച് നമുക്ക് ആ ശരീരം, മനുഷ്യർക്ക് നേന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സിദ്ധന്മാർ സമ്പാദിച്ചു വെച്ചതും കണ്ടുപിടിച്ചത്. അതൊരിക്കലും ആത്മീയമായിട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ജീവിക്കാൻ നല്ലൊരു ജീവിതം, നോയറ്റ വാഴ്വും കുറയറ്റ സെൽവവും. നോയില്ലാത്തൊരു ജീവിതവും കുറയറ്റ സെൽവം. നോയില്ലാത്ത ശരീരമാണല്ലോ നമുക്കെപ്പോഴും നമുക്ക് നല്ലൊരു വെൽത്തിന്. ഇത്തരം കേന്ദ്രങ്ങൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ വായു നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറാൻ സാധ്യത. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു പ്രധാന കാര്യമാണ്, നമ്മൾ അമ്പലത്തിനേക്കാളും ഉപരി ജീവസമാധികളിൽ നിങ്ങൾ പോവുക. അവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നത് ഇന്ന് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഈ അനുഭവങ്ങളെല്ലാം അവരുടെ പേഴ്സണലായിരിക്കും. അതെ, അവരുടെ പേഴ്സണലായിരിക്കും. അഗസ്ത്യ മുനിയുടെ ജീവസമാധി നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അഗസ്ത്യരുടെ ജീവസമാധിയാണെന്നാണല്ലോ പറയുന്നത്. അതുപോലെ പല സമാധി പീഠങ്ങളിൽ നമ്മുടെ തിരുപ്പതിയിൽ കൊങ്കണ പ്രസിദ്ധനാണ്. അവരൊക്കെ കണ്ടുപിടിച്ച തിയറി എന്ന് പറയുന്നത് കല്ലിനെ സ്വർണ്ണമാക്കുന്നു എന്നുള്ള ആ തിയറികളൊക്കെയാണ്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ തഞ്ചാവൂർ പെരിയ കോവിലിൽ കരൂറാർ സിദ്ധനുണ്ട്. തഞ്ചാവൂർ പെരിയ കോവിലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിനേക്കാളും വാതിലിനേക്കാളും വലിയ വിഗ്രഹ ശിവലിംഗമാണ് അതിനകത്തിരിക്കുന്നത്. അതൊക്കെ ശാസ്ത്രപരമായിട്ട് കരൂറാർ സിദ്ധൻ കല്ലുരുക്കി പച്ചില എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ മരുന്ന് ഔഷധങ്ങളൊക്കെ കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ വിഗ്രഹത്തിനെ ചെറുതാക്കി ശ്രീകോവിലിനകത്താക്കുകയും വീണ്ടും പഴയ രൂപത്തിലാക്കിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും വളരെ പല കലകളിലും, ശില്പകലകളിലായിരുന്നാലും ഔഷധങ്ങളിലായിരുന്നാലും വൈദ്യ കലകളിലായിരുന്നു, ഏത് കലകളിലും വളരെ മേന്മ പ്രകടിപ്പിച്ച ആൾക്കാരാണ് അവർ സിദ്ധന്മാർ. ഈ തിരുച്ചി ബ്രഹ്മക്ഷേത്രം അങ്ങ് കേട്ടിട്ടുണ്ടോ? തിരുച്ചി ബ്രഹ്മക്ഷേത്രം, ബ്രഹ്മന്റെ ജാതകം പൂജിക്കുന്ന വളരെ വളരെ ഒരു വലിയൊരു ക്ഷേത്രമാണ്. ഏതാണ്ട് 3000 വർഷത്തോളം പഴക്കം പറയുന്നുണ്ട്. അവിടെ നമ്മുടെ പതഞ്ജലി മഹർഷിയുടെ സമാധി അവിടെയാണ്. തിരുച്ചി ബ്രഹ്മക്ഷേത്രത്തിനകത്താണ് പതഞ്ജലി മഹർഷിയുടെ. നമ്മളിപ്പോൾ യോഗ ഡേ ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ യോഗ പരിശീലിക്കുന്നു എല്ലാം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ പോയി ദർശനം നടത്തിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നത്. അപ്പോൾ ജീവസമാധികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ആധാരം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, ജീവസമാധികളാണ്. കാരണം രാമേശ്വരത്ത് വാൽമീകരുടെ ജീവസമാധി, അവിടെ എട്ടുകുടിയിൽ വാൽമീകരുടെ, രാമേശ്വരത്തും പതഞ്ജലിയുടെ ജീവസമാധിയായിട്ട് വെച്ചിട്ടുണ്ട്. രാമേശ്വരത്തും കാരണം ഇവർക്ക് ശരീരം എന്നുള്ള സങ്കല്പം ഇല്ലല്ലോ. അവർ ഓരോ സമയത്ത് ഈ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിൽ അവർ ഓരോ ശരീരം സ്വീകരിച്ച് ജീവിക്കുന്നു. ഇപ്പൊ ഗോരഖസിദ്ധരുടെ ഗോരഖ്പൂരിലൊക്കെ അദ്ദേഹത്തിന് ജീവസമാധി ഉണ്ട്. ഇവിടെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പം അവർക്ക് ശരീരമല്ല അവിടെ പ്രധാനം, അവരുടെ പ്രവർത്തനം അവർ പല ശരീരങ്ങൾ സ്വീകരിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, നമ്മൾ 750 വർഷം പിന്നെ എടുത്ത മാതാ അമൃതാനന്ദമയിയുടെ ശിവപ്രകാര സിദ്ധയോഗി സ്വാമികളുടെ, അതെ, അത് നമ്മളത് കേട്ടതാണ്. പലയിടത്തും അദ്ദേഹത്തിന്റെ സമാധികളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ശങ്കരൻകോവിൽ, നമ്മുടെ ശങ്കരൻകോവിൽ അടുത്ത് തന്നെ പാമ്പാട്ടി സിദ്ധരുടെ ജീവസമാധി ഉണ്ട്. ഇപ്പൊ നമുക്ക് ആ പാമ്പാട്ടി സിദ്ധ സമാധിയുടെ തൊട്ടടുത്തായിട്ട് സ്വാമിയുടെ, ശിവപ്രകാര സിദ്ധ സ്വാമിയുടെ സമാധി പീഠമുണ്ട്. അത് നമുക്ക് അവിടെ പോയി കാണാം. കാരണം അദ്ദേഹത്തിന്റെ മറുപിറവി എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അവിടെയൊക്കെ പോകുമ്പോഴേ നമുക്ക് അതിന്റെ അനുഭവങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മുടെ വാക്കുകളിലൂടെ നമുക്കത് പറയാൻ സാധിക്കില്ല. അനുഭവിച്ച് തന്നെയാണ് അത് മനസ്സിലാക്കുക. നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരു ചർച്ചയിൽ ഒരു കാര്യം വന്നായിരുന്നു.
ഈ ചതുരഗിരിയുടെ കാര്യം പറഞ്ഞു. തമിഴ്നാട്ടിലെ ഒരുപാട് സിദ്ധന്മാർ ഒരുമിച്ച് വരുന്ന സ്ഥലമൊന്നും, അതെന്താണ് അതിൻ്റെ ഒരു? ചതുരഗിരിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരുപാട് പറയേണ്ട കാര്യങ്ങളാണ്. ചതുരഗിരി എന്ന് പറയുന്നത് ഈ സിദ്ധന്മാരെല്ലാവരും നമ്മുടെ ഈ ഭൂഗോളത്തിനകത്ത് ഭൂമിയിൽ എന്ത് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അല്ല, കാര്യം അങ്ങ് പറഞ്ഞു 9 ലക്ഷത്തിലേറെ സിദ്ധന്മാരുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ 18 പേരാണ് അതിൽ ശരിക്കും അവരുടെ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നിർത്താൻ പറ്റിയ. അതെ, ഈ ഇവരുടെ എല്ലാവരുടെയും ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചതുരഗിരി എന്ന് പറയുന്നത്. നവകോടി സിദ്ധരായിരുന്നാലും 18 സിദ്ധരായാലും എല്ലാവരും പൗർണമി ദിനങ്ങളിൽ ചതുരഗിരിയിൽ അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ ചതുരഗിരിയിലാണ് സിദ്ധറുകളുടെ എല്ലാം സമാഗമം നടക്കുന്ന ഒരു സ്ഥലം. അത് നമ്മുടെ ഇവിടെ ശ്രീവില്ലിപുത്തൂർ രാജപാളയം കഴിഞ്ഞിട്ട് ശ്രീവില്ലിപുത്തൂരിനിടയിലാണ് ഈ ചതുരഗിരി. സുന്ദരനയനാർ സ്വാമി എന്ന് പറയുന്നിട്ട് ചരിഞ്ഞ രീതിയിലുള്ള 2 ശിവലിംഗങ്ങളാണ്. വലിയ ശിവലിംഗമാണ്. അവിടെ ഗോരക്കരുടെ ഗുഹയുണ്ട്, പലരും ഉപാസന ചെയ്ത സ്ഥലങ്ങളുണ്ട്. സന്യാസം അവരുടെ ധ്യാനത്തിലിരുന്ന പല പല ഗുഹകളും കാര്യങ്ങളും ഔഷധക്കൂട്ടുകൾ പലതും ഈ ചതുരഗിരിയിലുണ്ട്. ഈ ചതുരഗിരിയെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലൂടെയാണ് ഞാൻ പിന്നെ ചതുരഗിരി അന്വേഷിച്ചു പോയത്. ചതുരഗിരിയിൽ ഇങ്ങനെ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഒരിക്കലും സിദ്ധന്മാരെ തേടിപ്പോവുക എന്നുള്ളത് ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് അവർ പറയുന്നത്. സിദ്ധന്മാരെ തേടിപ്പോകരുത്, അവർ നമ്മളെ തേടി വരും. ഗുരുക്കന്മാർ ഒരിക്കലും ഗുരുക്കന്മാരെ നമ്മൾ അന്വേഷിച്ചു പോവേണ്ടതില്ല. നമുക്ക് പക്വമാവുമ്പോൾ നമ്മളെ തേടി ഗുരുക്കന്മാർ വന്നുകൊള്ളും. പഴനിയുടെ പ്രത്യേകത അതാണ്. പഴനിയിൽ പോകുന്നത് വരെ അവൻ പഴം പച്ചയായിരിക്കും, അവിടെ ചെല്ലുമ്പം പഴമാവും. പഴം അത് പഴം നീ ആകും. എപ്പോഴും നമ്മൾ ആത്മീയമായിട്ട് പച്ചയായിട്ട് പോകുന്നവൻ പഴനിയിൽ ചെന്നാൽ പഴമായി മാറും എന്നുള്ളതാണ് അതിൻ്റെ ജ്ഞാനം ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ ഇത്രയും സിദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ഈ ഭൂമിയിൽ ഇന്ന് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അങ്ങ് പറയുകയും ചെയ്തു. അതെങ്ങനെയാണ് അങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച് എന്തായിരുന്നത്? അത് മീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഗോരക്കരുടെ ചന്ദ്രരേഖയിൽ ചന്ദ്രരേഖ എന്ന് പറയുന്ന ഗോരക്ക സിദ്ധർ എഴുതിയൊരു നൂലാണ്. ഇതിൽ പറയുന്ന വ്യക്തമായിട്ട് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ പോലെ തന്നെ ഭൂമിയിൽ വളരെയധികം അക്രമാസക്തമായ യുദ്ധങ്ങളും ജനങ്ങൾ തമ്മിലുള്ള പോരുകളും പ്രശ്നങ്ങളും വർദ്ധിക്കുന്ന സമയത്ത് ബോഗർ മറുപിറവി എടുക്കും എന്ന് ചന്ദ്രരേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയം, ഈ മറുപിറവി എടുക്കുന്ന സമയം എപ്പോൾ എന്ന് ചോദിച്ചാൽ വാനത്തിലൊരു പുതിയ നക്ഷത്രം ഉദിക്കുകയും ഗോരക്കരുടെ ജീവസമാധിയിൽ പുതിയൊരു ദീപം തെളിയും. ആ ദീപം തെളിയുമ്പോൾ ബോഗർ മനുഷ്യരൂപത്തിൽ മറുപിറവി എടുത്തു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് ഗോരക്കരുടെ ചന്ദ്രരേഖ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഈ മീറ്റിംഗ് ഉള്ള സ്ഥലമാണല്ലോ ഈ പറഞ്ഞത്. അതെങ്ങനെയൊക്കെയാണ് അവർ വരുന്നതെന്നൊക്കെയാണ് എനിക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ട് ചോദിക്കുന്നത്. ഈ സൂക്ഷ്മ രൂപത്തിലായിരിക്കാം അവർ പറയുന്നത്. പല അവസ്ഥയിൽ ആ സമയത്ത് പൗർണമി സമയങ്ങളിൽ പലരും പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇപ്പോൾ പോകുന്നുണ്ട്, മല കയറി പോയിരിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് ആ അന്തരീക്ഷത്തിൽ ഇവരുടെ എല്ലാ സാന്നിധ്യം ഉണ്ടാവും. അവിടെ പ്രപഞ്ചത്തിൽ അടുത്ത് നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയാണ്. പിന്നെ എല്ലാ സദനത്തിന്റെ കണക്കുകളും അവരുടെ ഉണ്ടെന്നാണ് ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇനി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതെ 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 വളരെ വിശദമായിട്ടുള്ള ഒരു രേഖ തന്നെ. ഇപ്പോഴും അത് നടക്കുന്നു എന്നാണ് വിശ്വാസം. എല്ലാവരും പൗർണമിക്ക്, അല്ലാതെ സാധാരണക്കാർ എല്ലാവർക്കും പോകാൻ സാധിക്കില്ല. അവിടെ മലയിൽ കയറുന്നുണ്ട്. എത്ര ദൂരമുണ്ട്? ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം നമുക്ക് മലമുകളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. 5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. വഴിയിൽ ഓരോ ഭാഗത്ത് കയറൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി പിടിച്ച് കയറാൻ. ഓരോ ഭാഗത്ത് പോകുമ്പോഴും ഈ ഗുഹകളുണ്ട്. ആദ്യത്തെ പടിയിലിരിക്കുന്നത് ഗോരക്കരുടെ ഗുഹയാണ്. അദ്ദേഹം ഈ സിദ്ധന്മാരിൽ തന്നെ പലതരത്തിലുള്ള സിദ്ധന്മാരുണ്ട്. അതിൽ ജനങ്ങളുടെ ഇടയിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ച് കൊടുക്കണം, എല്ലാവരും അറിയണം എന്ന് ചിന്തിക്കുന്ന സിദ്ധന്മാരുണ്ട്. ഇതൊന്നും അറിയിക്കരുത് എന്ന് പറയുന്ന തരത്തിലുള്ള സിദ്ധന്മാരുണ്ട്. ഈ ഗോരക്കർ, ബോഗർ, നമ്മുടെ രാമദേവർ, പുലിപ്പാണി സിദ്ധ, ഇവരൊക്കെ ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ടും അവർക്ക് കൊടുത്ത് എല്ലാം അവർ പ്രവർത്തിച്ച് നേടിയതെല്ലാം മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന ചിന്തയോടുകൂടി അവർ എഴുതി വെച്ചവരാണ്. പല പല സിദ്ധകൾ അവർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ അത് എല്ലാവരുടെ ഇടയിൽ ഇട്ടാൽ ജനങ്ങൾ അത് വെച്ച് ദുരുപയോഗം ചെയ്യുന്നുള്ള രീതി. ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്വർണം, ആ കല്ലിനെ സ്വർണ്ണമാക്കുന്ന ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഓടിപ്പോയിട്ട്. അതെ 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 യഥാർത്ഥത്തിൽ സിദ്ധന്മാരെ കുറിച്ച് ഇപ്പൊ എല്ലാവരും ഇപ്പൊ അന്വേഷിച്ചു തുടങ്ങും. കാരണം യഥാർത്ഥത്തില് സിദ്ധന്മാരുടെ ഈ നോക്കുമർമ്മം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് തമിഴ് ഗ്രന്ഥത്തിൽ. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കുണ്ടുതാങ്ങി എന്ന് പറയുന്ന ഒരു ഇല, അതെടുത്ത് കടവാപ്പല്ല് നമ്മുടെ പല്ലിലിട്ട് കടിച്ചു പിടിച്ചിട്ട് ഒരാളുടെ ഭ്രൂമധ്യത്തിൽ, നെറ്റിയുടെ മധ്യത്തിൽ, ഭ്രൂമധ്യത്തിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ നിൽക്കും, അയാളെ മർമ്മത്തിലൂടെ നിർത്താൻ പറ്റും എന്നുള്ളൊരു ഇതിൽ പറയുന്നുണ്ട് നോക്കുമർമ്മത്തിനെ പറ്റി.
നമ്മളിപ്പോൾ മറ്റേ സിനിമയിലൊക്കെ കണ്ടല്ലോ 7 അറിവിലൊക്കെ നോക്കുമർമ്മൊക്കെ, ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു നൂറ്റാണ്ടിൽ പറയാൻ സാധിക്കില്ല. എന്നാലും കല്ലിനെ സ്വർണ്ണമാക്കുന്ന വിദ്യ ഉണ്ട്. അപ്പൊ അത് രഹസ്യമാണ്. അതൊന്നും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന കല്ലുകളെല്ലാം സ്വർണ്ണങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞിപ്പം ഭോഗര് മനുഷ്യരൂപത്തിൽ എടുക്കുന്നു, അത് ഈ നൂറ്റാണ്ടിൽ തന്നെയാണോ? ഈ നൂറ്റാണ്ടിലെന്നാണ് വ്യക്തമായിട്ട് അതിൽ പറയുന്നത്. കാരണം മുക്കടൽ സംഗമമായ കുമരിഖണ്ഡത്തിൽ നിന്നും മുരുകന്റെ ഭക്തന്മാർ അനേകമായിട്ട് വരും. മുരുക യുഗത്തിനെ പറ്റി പറയുന്നല്ലോ ഇപ്പോൾ. ഈ മുരുകന്റെ ഭക്തന്മാർ ഒരുപാടായിട്ട് ഉയർന്നു വരികയും ആ സമയത്ത് ഭോഗർ മറുപടി എടുക്കും എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം നമുക്ക് അറിയില്ല. കാരണം മനുഷ്യരൂപത്തിൽ തന്നെ ഭോഗരുടെ മറുപടി. കലിയുഗമാണോ ഉദ്ദേശിക്കുന്നത്? കലിയുഗത്തിന്റെ അവസാനത്തോടു കൂടിയാണിത് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൽക്കിയായിട്ട് ബന്ധമുണ്ടോ? അത് കൽക്കിയുമായിട്ടുള്ള ഇതിൽ ഒരിക്കലും സിദ്ധ പാരമ്പര്യത്തിൽ ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല. ഈ സന്യാസ പാരമ്പര്യത്തിൽ ഓരോരുത്തരുടെയും ഈ കാര്യങ്ങൾ എഴുതുന്നതിൽ കൽക്കിയുമായിട്ട് ബന്ധമല്ല. ഭോഗർ മറുപിറവി എടുക്കും എന്ന് പറയുന്നത് ഇതുപോലുള്ള അറിവുകൾ, പുതിയ പുതിയ അറിവുകൾ ജനങ്ങളിൽ എത്തിക്കുക. എങ്ങനെയാണ് നല്ലൊരു മനുഷ്യൻ ജീവിച്ച് അവൻ്റെ ശരീരത്തിന് അസുഖങ്ങളില്ലാത്ത ഒരു വാഴ്വ്, സഞ്ജീവനി കണ്ടുപിടിക്കാനായിട്ട് അത്രയും പ്രയത്നിച്ച ആളാണ് മൃതസഞ്ജീവനി. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപിറവി എടുക്കുകയും അധർമ്മത്തിനെ ഒഴിക്കുമെന്നാണ് പറയുന്നത്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു.